അതെ, എന്നോട് കുറച്ച് പേര് പേഴ്സണലായിട്ടും അല്ലാതെ ഒരു ഡൗട്ട് ചോദിച്ചു. ആ ഡൗട്ട് നിങ്ങൾക്കുമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. അതായത് രമണ, ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ദുബായ് ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലി സെർച്ച് ചെയ്യുന്നവർ ഡയറക്റ്റ് CV ഡ്രോപ്പ് ചെയ്യുന്നതാണോ മെയിൽ അയക്കുന്നതാണോ ബെറ്റർ എന്നതാണ്. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ, നമ്മൾ ഏത് രീതി ചൂസ് ചെയ്താലും നോ പ്രോബ്ലം, അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മെയിൽ അയക്കുകയാണെങ്കിൽ ആ മെയിൽ ID എപ്പോഴും വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID ആയിരിക്കണം. നമ്മളെല്ലാവരും മെയിൽ ID വാങ്ങുന്നത് ഒന്നുകിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നമുക്കറിയാവുന്ന ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്നായിരിക്കാം. പക്ഷേ ആ മെയിൽ ID വാലിഡ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID ആണെങ്കിൽ മാത്രമേ നമ്മൾ അയക്കുന്ന CV അവിടുത്തെ HR റിസീവ് ആവുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ CV ഡ്രോപ്പ് ചെയ്യുക. CV നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ CVയും ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് HR പോയി നമ്മൾ മെയിൽ ID ചോദിച്ചാൽ അവരുടെ HR മെയിൽ ID നമുക്ക് കിട്ടും. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ നമുക്ക് CVയും ഡ്രോപ്പ് ചെയ്യാം, മെയിൽ IDയും കിട്ടും. അങ്ങനെ കിട്ടുന്ന മെയിൽ ID വാലിഡ് ആയിട്ടുള്ള മെയിൽ ID ആയിരിക്കും. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കിട്ടാൻ ഒരു വഴിയായേ. പിന്നെ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റലുകളിലും നമുക്ക് CV ഡ്രോപ്പ് ചെയ്യാനുള്ള ബോക്സ് ഇല്ല. പക്ഷേ അതിന് പകരം അവരൊരു ബാർകോഡ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ CV ഡയറക്റ്റായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മൾ മെയിൽ ചെയ്യുന്ന സമയത്ത് CV വെറുതെ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കാതെ അതിനൊരു കവർ ലെറ്ററൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ഇൻട്രോ ഒക്കെ കൊടുത്ത് നമ്മൾ CV അയക്കാമെങ്കിൽ അത് റിസീവ് ചെയ്യുന്നവർക്ക് കുറച്ച് ഇമ്പ്രസീവായിട്ട് തോന്നും. അപ്പം ഈ കാര്യം കൂടി മറക്കണ്ട. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദുബായിൽ ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലി സെർച്ച് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേരെ.